ഹലോ ഗൈസ്. അപ്പോ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ട്, കുറച്ചേറെ പരിപാടികളുണ്ട്. കൂടുതൽ സമയം തികയോന്നറിയില്ല. ഇന്നലെ വെറുതെ ഇരിക്കായിരുന്നു. ഇന്നലെ വിചാരിച്ചു ഇന്ന് എന്നാ ഒരുമിച്ച് എല്ലാം കൂടെ പോവാന്ന് വിചാരിച്ചു. അപ്പൊ നോക്കുമ്പം അടുത്ത ദിവസം പണിമുടക്കും, ദേശീയ പണിമുടക്ക്. അപ്പൊ ഞങ്ങക്ക് അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോവാനുണ്ട്. അപ്പൊ ഇന്ന് ഇതെല്ലാം തീർത്ത് കഴിഞ്ഞാലേ രാവിലെ നമുക്ക് പോണം. പോണം. അന്നത്തെ ദിവസം ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്നത്തെയും കൂടെ ഉള്ള സാധനം ഇന്ന് ചെയ്യണം. പിന്നെ ബാങ്കിൽ പോണം, കാർ വാഷ് ചെയ്യണം, പിന്നെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട് ഞങ്ങക്ക്. അപ്പൊ അതിനൊരു ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ അത് പർച്ചേസ് ചെയ്യാൻ പോണം. പിന്നെന്താ, വീടിന് ഷേപ്പ് ആക്കണം. ഇങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. എനിക്ക് ഇല്ല, എനിക്കിന്നൊന്നുമില്ല. അതൊക്കെയാണ് ഇന്നത്തെ. അപ്പൊ ഇപ്പൊ സമയമായിട്ടുണ്ട്. നേരത്തെ പോണെന്ന് വിചാരിച്ചു. 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഞങ്ങൾ ഇനി പോയി വരുമ്പോ ഒരു നേരം ആവും. അപ്പൊ പോണ വഴിക്ക് കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെയിലുണ്ട് ഇവിടെ. ഞങ്ങളുടെ ഇതാ വയനാട്ടിലൊക്കെ വെയില് വരണമെങ്കിൽ ഒരു സമയാവും. ഒന്നാമത് തണുപ്പൊക്കെ പോയി. ഇപ്പൊ അവിടെ ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞു അവിടെ. ഇപ്പൊ അതായത് 10 മണിയായപ്പോട്ടോ. 10 മണിക്ക് ഞങ്ങൾക്ക് ഇവിടെ ചൂടെടുത്തിട്ട് പൊരിയാണ്. ഈ 10 മണി ആയപ്പോ തന്നെ ഭയങ്കര. ഈ ഫെബ്രുവരി ഒക്കെ ഇങ്ങനെയാണെങ്കിൽ AC ഇട്ടിട്ടുണ്ട്. AC എന്താ കുറച്ചിട്ടെന്ന് വെച്ചാല് പറഞ്ഞത് തൊണ്ടവേനയും ജലദോഷം ഒക്കെ ഉണ്ട്. അപ്പൊ ഇനി അത് വെച്ച് കൂട്ടണ്ടെന്ന് ഓർത്തിട്ടാണ് ഞങ്ങളുടെ ഈ വീടിന്റെ ഈ ഭാഗമുണ്ടല്ലോ, ചില സ്ഥലത്ത് ഇടുങ്ങിയ വഴി. ഒരു വണ്ടിക്ക് പോവാനുള്ള ഗ്യാപ്പ് ചിലപ്പോ ഉണ്ടാവുള്ളൂ. വലിയ വണ്ടിയൊക്കെ വന്നാൽ ഭയങ്കര പണി കിട്ടും. അപ്പോ ഇവിടത്തെ ചൂട് ഈ ഫെബ്രുവരിയിൽ ഇങ്ങനത്തെ ചൂടാണെങ്കിൽ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോ ഞങ്ങൾ നാട് വിടേണ്ടി വരും. ഈ സമയത്ത് പോയാല് കുറച്ച് തിരക്ക് ഒഴിയും. അതുകൊണ്ടാണ് ഈ ബാങ്കിലൊക്കെ പോകുമ്പോ കുറച്ച് നേരത്തെ പോവാ നല്ലത്. ഇന്നലെ ഞങ്ങൾ പോയി ബാങ്കില് 5 മണിക്ക് ശേഷം കേട്ടോ പോയത്. 5:30 വരെയുള്ള ബാങ്കില് ഞങ്ങള് 5 മണിക്ക്. ഏത് ബാങ്കല്ല, ഇവിടെ ഫിനാൻസ്. ബാങ്കൊക്കെ പിന്നെ ഉച്ച വരെ ആണല്ലോ ഉണ്ടാവുള്ളൂ. അപ്പം ഇന്നലെ 5:30 വരെയുള്ള സ്ഥലത്ത് ഞങ്ങൾ 5:05 പോയിട്ട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു നാളെ വരാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് പോട്ടെ. പിന്നെ ഞങ്ങക്ക് വീട്ടിൽ കൂടുതലുള്ളത് കട്ടപ്പന ഇടുക്കിയിലാണ്. ഇനി അങ്ങോട്ടൊരു യാത്രയുണ്ട്. ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പൊ അന്നൊരു യാത്രയാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് കൂടെ പോകുന്നുണ്ട് നമ്മള്. അത് ഏതാന്നൊക്കെ നമുക്ക് വ്ളോഗിലൂടെ കാണാട്ടോ. ഇവിടുത്തെ തിരക്ക്. ഞാന് എന്റെ ഡ്രൈവിങ് തുടക്കമിട്ട സ്ഥലാണിത്. ഡ്രൈവിങ് പഠിക്കാൻ പോകുമ്പോ ഉണ്ടല്ലോ, അന്നേരമൊന്നുമില്ലാത്ത തിരക്ക്, ബ്ലോക്ക്. ഇപ്പൊ വലിയ ബ്ലോക്ക് ഇല്ല. ഈ ഡ്രൈവിങ് പഠിക്കാൻ നേരത്തുണ്ടല്ലോ, ഇവിടെയുള്ള ബ്ലോക്കൊന്നും ചില്ലറ ബ്ലോക്കൊന്നും അല്ലായിരിക്കും. നമ്മള് ഡ്രൈവിങ് പഠിക്കുമ്പോ ഫസ്റ്റ് ബ്രേക്ക് ചവിട്ട്, ഏതാ ബ്രേക്ക്. അതൊക്കെയാണ് ഇവിടുന്നാണ് എല്ലാം ശ്രദ്ധിക്കണം. യൂട്ടേൺ ഒക്കെ എടുക്കുമ്പോ കുറച്ച് ബ്ലോക്ക് ആക്കി. യൂട്ടേൺ എടുക്കുമ്പോ കോമഡി ആയിരുന്നു ഡ്രൈവിങ് പഠിക്കാൻ നേരത്ത്. അങ്ങനെ പഠിച്ചെടുത്തു. എന്തായി, പഠിച്ചില്ലേ? ഇപ്പൊ പഠിച്ചു. അപ്പൊ ഞങ്ങള് മുത്തൂറ്റില് പോയി. അവിടുന്ന് ഇറങ്ങി. അവിടെ കുറച്ചധികം നേരം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നമുക്ക് മറ്റേ ഈ ഹോം ഡെക്കോർ ഗിഫ്റ്റ് നോക്കാൻ വേണ്ടിട്ട് പോണം. അപ്പൊ അങ്ങോട്ട് പോവല്ലേ ബേട്ടാ? അപ്പൊ നമ്മള് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സിന്റെ. നമുക്കേ തിരിച്ചിട്ട് വരാം, അങ്ങോട്ട് പോയിട്ടുമല്ലോ. അതാ പാർക്കിംഗ് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. തിരിച്ചിട്ട് വന്നിട്ട് ഇടാം. അപ്പൊ ഞങ്ങള് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ പോയി നോക്കട്ടെ. ഇവിടെ കൊറേ നല്ല ചെടികളുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം.
ഇതേപോലെ പോട്ട്സുകളൊക്കെ സെറാമിക് മാത്രം നല്ല ഭംഗിയുള്ളത് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 500 ആകുമ്പോഴത്തേക്ക് 600 റേഞ്ചിലുള്ള ഫോട്ടോ അതിനുള്ളിലുള്ള പ്ലാൻ അത് 1500 വരുന്ന രീതിയിലാണ്. പ്ലാൻസ് നമുക്ക് കുറച്ച് പുറത്തുണ്ട്. പിന്നെ ഇങ്ങനെ സെൽഫ് ഓർഡറിംഗ് ഒക്കെ വരണം. അപ്പൊ നമുക്ക് നല്ലൊരു പോട്ടിലോട്ട് ഇറക്കി വെച്ചിട്ട് ഇടാം. അപ്പൊ ഈസി മെയിൻ്റനൻസ് ആയിട്ട് പോണം. അപ്പൊ നമുക്ക് നല്ലൊരു പോട്ടിലേക്ക് വേണ്ടി. പിന്നെ അവിടെ കുറേ വെറൈറ്റി പോട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് രസമാ കാണാന്, നല്ല നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് പ്ലാൻ ചെയ്യാം. വലിയ പോട്ടിലാണെങ്കിൽ അപ്പൊ സൈസ് മാറും. ഇതൊക്കെ ഇൻഡോർ വെക്കുന്നതാണ്. 450 പീസ്. 1200. ഇതാണെങ്കിൽ ഇത് 400 രൂപ ഈ സൈസില്. ഇത് ഈ സൈസ് ഇതൊക്കെ 400 380 400 180 രസല്ലേ. നല്ലൊരു സെറാമിക് പോട്ട് വേണമെങ്കിൽ 250 പോട്ട് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി പോട്ട് ഉണ്ട് 80 രൂപയുടെ പോട്ട്. അല്ല ഇത് വലിയ ബോട്ടിലേക്ക് വെക്കാനാ? ഇതിന്റെ ഉള്ളിൽ ഇറക്കി വെക്കണ ടൈപ്പ് പോട്ടുകളുണ്ട് പാകത്തിലുള്ളത്. അത് എക്കോ ഫ്രണ്ട്ലി ആകുമ്പോൾ പൈസ കുറവാണ്. സെറാമിക് വരുമ്പോ ഇത് കയറണമെങ്കിൽ ഒരു 250 റേറ്റ് വേണം. 200 ഒക്കെ ഈ സൈസിലെ വരുള്ളൂ. അത് പുറത്തിരിക്കും. കറക്റ്റ് ഇരിക്കണമെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് പ്ലാൻ ചെയ്യണം. 180 അല്ലേ? അത് ചെറിയ ടൈപ്പ് 150 അങ്ങനെയൊക്കെ. അങ്ങനെ എടുത്തിട്ട് ഇങ്ങനത്തെ വേണമെങ്കിൽ കാണിക്കാം. അല്ലെങ്കിൽ ഇതിന് എക്കോ ഫ്രണ്ട്ലി പോട്ട് നല്ല ഭംഗിയുള്ള പോട്ട്സുകളുണ്ട്. 80 രൂപയുടെ 120 ആ റേഞ്ചിലൊക്കെ വരുന്നത് നല്ല പോട്ട്സ്. അല്ലെ ഇതെടുത്തിട്ട് അങ്ങനത്തെ പോട്ടിലേക്ക് വെക്കാം. അല്ലെ അതെടുത്തിട്ട് സെറാമിക് 150 ഒക്കെ വരും. പിന്നെ അങ്ങനത്തെ വേണം. ഇങ്ങനത്തെ നോക്കണ്ടോ പറഞ്ഞോ. പിന്നെ ഇതാണ് പുതിയൊരു വെറൈറ്റി മണി പ്ലാന്റ് ഗ്ലോബൽ ഗ്രീൻ എന്ന് പറഞ്ഞത് 220 ആണ്. മറ്റേ ചെയ്തിടും, ഒരു സെറ്റാക്കി തരും. പിന്നെ അവിടുന്ന് തന്നെ അവര് അതെല്ലാം എന്താ ഇൻഡോർ മിക്സും എല്ലാം ഇട്ടിട്ട് തന്നെ തരും കേട്ടോ. പെബിൾസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് തരും. അവിടെ ഒരു പുള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരെന്നെ എല്ലാം ചെയ്ത് തന്ന് നല്ല വൃത്തിയാക്കി റാപ്പ് ചെയ്തിട്ടാട്ടോ നമുക്ക് തന്നത്. കൊണ്ടുപോകുന്നോണ്ട് ഇതൊക്കെയാണേലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം അത് ഡ്രൈ ആവില്ലേ, അപ്പോഴേക്കേ ഒഴിക്കാവുള്ളൂ. മറ്റേതാണെങ്കിൽ മാസത്തിൽ ഒന്ന്. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മഞ്ഞ കളറാവും. നല്ല ഭംഗിയുണ്ടല്ലേ ഇത് രണ്ടും. നമ്മുടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഡിക്കിലേക്ക് കയറ്റാണ്. ഡിക്കി അതിൽ വെച്ചാൽ മതി തൽക്കാലം. അതിൽ എന്നിട്ട് നമുക്ക് റെഡിയാക്കാം. ഇത് ഇതായി പോവോ? അപ്പൊ ഞങ്ങള് പ്ലാന്റ്സ് മേടിച്ച് ഇറങ്ങിട്ടോ. എന്ത് രസാന്ന് പറയോ, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അയ്യോ, എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ പിന്നെ മേടിക്കാന്ന്. ഇപ്പൊ മേടിക്കാൻ നിന്നാ ഇപ്പൊ മേടിച്ച കുറച്ച് ഒന്ന് റെഡി. അതെ, ലോൺ എടുക്കേണ്ടി വരും. ഇപ്പൊ തന്നെ ഏകദേശം ഒരു പൈസ ആയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ മേടിച്ചു തരാന്നാണ് അമ്മയും പറഞ്ഞത്. നല്ല ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ എന്ത് രസമാണ്, നല്ല രസമുണ്ട്. അവരുടെ വീട് തന്നെ അതിന്റെ ബാക്കിലുണ്ട്. അവര് തന്നെ സ്റ്റാർട്ട് ചെയ്തതാ. എന്തായാലും അടിപൊളിയുണ്ട്. അപ്പൊ ഞങ്ങളത് മേടിച്ചു. ഇനി ഞങ്ങള് പോട്ടെ, എന്തെങ്കിലും ഒന്ന് ലൈറ്റ് ആയിട്ട് കഴിക്കണമെന്നുണ്ട്. വിശന്നിട്ട് വയ്യ. രാവിലെ കഴിച്ചതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാർ വാഷ് ചെയ്യണം. അപ്പൊ അത് ഡിക്കിയിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ വരെ കുഴപ്പമില്ല. പാക്ക് ചെയ്ത് റാപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സേഫ് ആന്ന് പറഞ്ഞു. കുഴപ്പമില്ല. പിന്നെ വെള്ളം ഒഴിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും ഇൻഡോർ വെക്കാനല്ലേ അധികം എപ്പോഴും വെള്ളം വേണ്ട. ഒരെണ്ണത്തില് മാസത്തിലൊന്ന്. പിന്നെ ഒരു 2 ചെറിയ ടൈപ്പ് ഉണ്ട്, ടേബിൾ ടോപ്പ് ഒക്കെ ടൈപ്പ് ഉള്ള. അതില് ആഴ്ചയിൽ വേണേ ഒന്ന് ഒഴിച്ചു ഞാൻ പറഞ്ഞു. വലിയ ചെടിയാണെങ്കിൽ മാസത്തിലൊന്ന് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാന്ന് ഓർത്ത് വന്നതാണേ. പിന്നെ കൺഫ്യൂഷൻ ആവുന്ന ഒരു സാധനമാണല്ലോ ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന്. പക്ഷെ നോക്കിയിട്ട് തണുത്തിരിക്കുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ഈ ഒരു സംഭവമില്ലേ, പഴം നെയ്യിൽ വാട്ടി അതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കുറെ അധികം തേങ്ങയൊക്കെ ഇട്ട് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എന്തോ അതിന് പറയൂട്ടോ. അതും പിന്നെ അഭിയേട്ടൻ ഈ തണുത്ത മരവിച്ചിരിക്കുന്ന പത്തിരിയും മേടിച്ചു. കണ്ടില്ലേ, ഞാനൊരു ഫ്രഷ് ലൈമും പിന്നെ ആ പഴത്തിന്റെ സംഭവമില്ലേ അതും മേടിച്ചു. അഭിയേട്ടൻ പത്തിരി അവിടെ വെച്ച് ഉരുട്ടി കഴിച്ച് ലാസ്റ്റ് ഇത് തന്നെ തിന്നേണ്ടി വന്നു കേട്ടാ.
പിന്നെ നമ്മൾ അവിടുന്ന് നേരെ കാർ വാഷ് ചെയ്യാൻ പോയി. ഇതേ നമ്മുടെ കാർ ഇതാ പൊങ്ങി കിടക്കുന്നു. അപ്പൊ കാർ വാഷ് ഒക്കെ കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഞങ്ങള് കാർ വാഷ് ഒക്കെ കഴിഞ്ഞു. 1 മണിക്കൂർ കാർ വാഷ് പോസ്റ്റ് അടിച്ച്. അപ്പൊ ഇനി പോട്ടെ, ഇനി പെട്രോൾ അടിക്കണം, കാറിന്റെ എയർ ചെക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. എന്നിട്ട് വേഗം വീട്ടിൽ പോണം. സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഞങ്ങള് കഴിക്കാൻ കയറിയില്ലായിരുന്നോ, അവിടുന്ന് മീൻകറി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോറ് വീട്ടിലുണ്ട്. അപ്പൊ ഇനി പോയിട്ട് കഴിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത ദിവസം നമ്മള് പോണ സ്ഥലത്തിന്റെ വ്ളോഗ് വരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.